നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാശ് കൊടുത്ത ജോലിക്കാർക്കാണോ പഞ്ഞം? അതല്ല, ഇനി അവര് തന്നെ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ പോയി എവിടെയാണെന്ന് വെച്ചാ കണ്ടുപിടിച്ച് വിളിച്ചോണ്ട് വാ. പക്ഷെ പിന്നെ എന്നെ ഇവിടെ പ്രതീക്ഷിക്കരുത്. അങ്ങനെ ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിന് വേലക്കാരിയാണെങ്കിൽ പോലും. എന്താ? എന്തിനാ വന്നേ? താൻ ഇവിടം വിട്ട് പോണോന്ന് പറയാനാ ഞാൻ വന്നത്. സൗകര്യമില്ല. മര്യാദയുടെ ഭാഷ തനിക്ക് മനസ്സിലാവില്ലല്ലേ? ഇല്ല. എന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്തത് രഘുരാമ ചെട്ടിയാരാ. ഞാൻ പോണമെങ്കിൽ അദ്ദേഹം തന്നെ പറയണം. അല്ലാതെ താൻ പോവില്ല? പോവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എങ്കിൽ തന്നെ പറഞ്ഞേക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആതിര അല്ല, അലമേലു എത്ര ശ്രമിച്ചാലും നടക്കില്ല. കാരണം മകളുടെ കല്യാണം അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും കഴിവുള്ള ഒരു മാനേജറെ ചെട്ടിയാർ ഒരിക്കലും പറഞ്ഞയക്കില്ല. നമുക്ക് നോക്കാം. ഞാൻ ചെട്ടിയാർ വീട്ടിലെ അലമേലും ആണെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കും. അതിൽ നീ ചെട്ടിയാർ വീട്ടിലെ അലമേലും അല്ലല്ലോ, മാണിക്യമംഗലത്തെ വിശ്വനാഥന്റെ പെങ്ങൾ ആതിര. ഏതോ ഒരു കോളനിക്കാരൻ സുനീഷ് കുമാറിന് അയാൾ കൈപിടിച്ചു കൊടുത്ത അയാളുടെ ഒറ്റ പെങ്ങൾ. നിന്നെ ഞാൻ അലമേലെന്ന് വിളിച്ചതേ ആ ഒരു നിമിഷം ഞാൻ അറിയാതെ മാനേജർ ഗണേശനായി പോയതുകൊണ്ടാ. മാനേജർ ഗണേശനായാലും ആതിരയുടെ ഭർത്താവ് സുനീഷ് കുമാർ ആയാലും ഇക്കാര്യത്തിൽ എനിക്കൊറ്റ വാക്കേ ഉള്ളൂ. നാളെ സൂര്യൻ ഉദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ വീട് വിട്ടു പോകുന്ന പ്രശ്നമില്ല. കാവൽക്കാരനായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല ഭർത്താവായിട്ടാണെങ്കിൽ അങ്ങനെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. താൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ഭാര്യയോട്. ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണിനോട്. ഇത് പൊട്ടിച്ചെറിഞ്ഞ തീർന്നില്ല തന്റെ അധികാരം. ചുണയുണ്ടെങ്കിൽ പൊട്ടിച്ചെറിയടി. അതിൽ തൊട്ടുപോയാ നിന്റെ കരണക്കുട്ടി ഞാൻ അടിച്ചു പൊട്ടിക്കും. താനപ്പോ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയിരിക്കുവല്ലേ? നീ ഉദ്ദേശിച്ചത് സത്യങ്ങളൊക്കെ ഞാൻ ചെട്ടിയാരോട് തുറന്നു പറഞ്ഞ് ആ കോടീശ്വരനുമായിട്ടുള്ള കല്യാണം മുടക്കുമെന്നാണോ? എന്നാൽ നിനക്ക് തെറ്റി. നീ എന്നെ തള്ളിപ്പറയുന്നതിന് 1 മണിക്കൂറിന് മുമ്പ് ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞ് കഴിഞ്ഞു. വളരെ വളരെ നന്നായി. പിന്നെ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ? എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കൂടെ? നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ, അറപ്പാ. ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ നിന്നെ കാണുമ്പോൾ എനിക്കും ഉണ്ട്. എന്നിട്ട് ഞാൻ സഹിക്കുന്നില്ലേ, പിടിച്ചു നിൽക്കുന്നില്ലേ? പിന്നെ നിനക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? നീ പെണ്ണായതുകൊണ്ടാണോ? ആണിനും പെണ്ണിനും ദൈവം വെച്ചു കൊടുത്തേക്കുന്നത് ഒരേ നിറമുള്ള ഹൃദയം തന്നെ അടി. അവരുടെ വികാരങ്ങളും വിചാരങ്ങളും നോവും നൊമ്പരും എല്ലാം തുല്യ അടി. നീ എന്നെ വെറുക്കുന്നതിൻ്റെ 1000 ഇരട്ടി ഞാൻ നിന്നെ വെറുക്കുക. നീ എന്നെ ശപിക്കുന്നതിൻ്റെ 10,000 ഇരട്ടി
ഞാൻ നിന്നെ ശപിക്കാം. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഞാനിവിടെ കല്യാണം നടത്തണേ. നീ എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോകുന്നത് എനിക്ക് നേരിട്ട് കാണണോടി. എന്നിട്ട് എനിക്ക് ദൈവത്തോട് നന്ദി പറയണം. എൻ്റെ ദൈവമേ, നീ എൻ്റെ തലയിൽ കെട്ടിവെച്ചെന്ന ഈ കുരിശ് നീയായിട്ട് തിരിച്ചെടുത്തല്ലോ എന്ന് എനിക്ക് ഹൃദയം തുറന്ന് വിളിച്ചു പറയണം. നീ കല്യാണം ആഘോഷിക്കുമ്പോൾ നിന്റെ ചെലവിൽ തന്നെ എനിക്കെൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം നടത്തണം. നടത്തോടി, ഞാൻ നടത്തും. അത് കഴിഞ്ഞ് ആകാശം ഇടിഞ്ഞ് വീണാലും സുനീഷ് കുമാർ ഈ വീട് വിട്ട് പോകും. ഈ പറഞ്ഞത് മാനേജർ ഗണേശനല്ല, നീ ചതിച്ച നിന്റെ ഭർത്താവ് വേമ്പനാട്ട് സുനീഷ് കുമാർ അടി. ഭ്രാന്തൻ, മുഴുഭ്രാന്തൻ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. നിന്നെ ഓടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ അവനെ കാണാൻ പോയതാണോ? ആണെങ്കി എന്തിന്? അവനെ ഭീഷണിപ്പെടുത്തി ഇവിടുന്ന് ഓടിക്കാനാണോ? താൻ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ഞാനല്ലാതെ പിന്നെ ആരടി അറിയേണ്ടത്? ഞാനല്ലേ നിന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. താൻ എന്നെ നീയെന്നും എടി പൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്തോ ഇടി? എന്നെ പിടിച്ച് എന്റെ മൂക്കി കയറ്റി കളയോ? എന്നാ കയറടി. നന്ദി കേട്ടോളെ. നിന്റെ മുഖത്ത് നോക്കി പെണ്ണെന്ന് വിളിക്കാൻ പോലും പറ്റുന്നില്ല. തേച്ചോടി, നീ തേച്ചോ. പക്ഷേ അതിനൊരു അന്തസ് വേണം. നാട്ടു നടപ്പും മാനം മര്യാദയും വേണം. ഇതൊരു കാര്യം മറ്റടുത്ത പണിയായി പോയി. ഡോ, സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ. പോടി, നീ ആരെയും വരട്ടുന്നത്? എന്റെ തനി സ്വഭാവം നിനക്കറിയാൻ വയ്യത്തോണ്ടാ? അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. ഗോൺസാൽവസ് ബംഗ്ലാവിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന പാവം ഗോവിന്ദൻകുട്ടി നായരല്ല താനെന്നും ബോംബെ അധോലോകത്തെ വിറപ്പിച്ച ഒരു കരീംഭായിയാണ് താനെന്നുമല്ലേ പറയാൻ പോകുന്നത്? അച്ചമ്മയെ കൊല്ലാതെ കൊന്ന കേസിൽ മാണിക്യമംഗലത്തെ വിശ്വനാഥൻ തരാനുള്ള കൊട്ടേഷൻ പണം വാങ്ങിക്കൊണ്ട് 10:30 ജയന്തി ജനത എക്സ്പ്രസിന് ബോംബെക്ക് പോകാൻ കാത്തുനിന്ന അണ്ടർവേൾഡ് കിങ്